പിന്നീട് തീ തൊട്ട ഭക്ഷണം. ഇതാണ് നോമ്പുകാരന്റെ ഭക്ഷണത്തിന്റെ ക്രമം. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന അവസരം അത് വലിയ അവസരമായി ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അഞ്ചാമത്തെ അമല് നോമ്പ് തുറപ്പിക്കുക എന്ന കാര്യമാണ്. അത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. മൻ ഫത്തറ സായിമാ കാനത് ലഹു ഇത്ഖു റഖബത്തിൻ വമഗ്ഫിറത്തുൽ ലിദുനൂബി. ആരെങ്കിലും മറ്റുള്ളവരെ നോമ്പ് തുറപ്പിച്ചാൽ ഒരു അടിമയെ മോചിപ്പിച്ച കൂലിയാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. അതോടൊപ്പം അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ്. തീരുന്നില്ല. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ലൈസ കുല്ലുനാ യജിദു മാ യുഫത്തിറു ബിഹി സായിമാ. ഞങ്ങളെല്ലാവരും സമ്പന്നരല്ല, ഞങ്ങളെല്ലാവരും ഉള്ളവരല്ല, മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ മാത്രം കഴിവുള്ളവരല്ല ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, യുഅതില്ലാഹു ഹാദ സബാബ يعطي الله هذا الثواب من فطر صائما على مذقة لبن أو شربة أو مذقة أو تمرة أو شربة ماء. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയോഗിച്ചതാണ്. ഒരൽപ്പം വെള്ളം കൊടുത്തുകൊണ്ടോ, ഒരൽപ്പം പാല് കൊടുത്തുകൊണ്ടോ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊടുത്തുകൊണ്ടോ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിച്ചാലും അത് വലിയ കൂലിയുള്ള കാര്യമാണ്. മൻ അശ്ബഅ സായിമാ കാനത് ലഹു മഗ്ഫിറത്തുൽ ലിദുനൂബി. അതോടൊപ്പം നോമ്പുകാരന് നോമ്പ് മുറിക്കുന്ന സമയത്ത് വയറ് നിറയെ ഭക്ഷണം നൽകിയാൽ അവൻ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകും. വസഖാഹു റബ്ബുഹു മിൻ ഹൗളി ശുർബതൻ ലാ യദ്മഉ ബഅദഹാ ഹത്താ യദ്ഖുലൽ ജന്ന. എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിപ്പിക്കുന്നതാണ്. ആരാണ് നോമ്പ് തുറപ്പിക്കുന്നത്? നോമ്പുകാലത്തെ ഏറ്റവും മനോഹരമായ അമലാണ്. തൗഫീഖ് നൽകണേ റബ്ബേ. ആറാമത്തെ കർമ്മം ആ നോമ്പുകാലത്തെ രാത്രികളിലെ തറാവീഹ് നിസ്കാരമാണ്. അത് നോമ്പിന്റെ സൗന്ദര്യമാണ്. വഹാബികൾ പറയുന്നത് പോലെ, മൗദൂദികൾ പറയുന്നത് പോലെ റമദാൻ ഒഴികെയുള്ള മാസങ്ങളിൽ അതിന് വിത്ർ എന്ന് പറയും. റമദാനിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ തറാവീഹ് എന്ന് പറയും എന്നല്ല. അവര് പറയുന്നത് പോലെ 8 റക്അത്തുമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23-ാം രാവിന്റെ എന്നും 25-ാം രാവിന്റെ എന്നും 27-ാം രാവിന്റെ എന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. ഇല്ല അന്നി ഖശീതു അൻ തുഫറദ അലൈക്കും. അതെങ്ങാനും നിർബന്ധമായി ഗണിച്ചേക്കുമോ എന്ന് ഭയന്ന് അവശേഷിച്ച ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അത്രയും പ്രധാനപ്പെട്ട തറാവീഹ് നിസ്കാരം അതൊരു ഇമാമിന്റെ കീഴിൽ റമദാൻ 30 ദിവസവും ജമാഅത്തായി നിസ്കരിക്കുന്ന രീതി നടപ്പിൽ വരുത്തിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. അതിന്റെ അടിസ്ഥാനം മുത്തനബി പഠിപ്പിച്ചതാണ്. 20 റക്അത്ത് മുത്തനബി പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതിന്റെ 20 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഈ 30 ദിവസവും ഒരു ഇമാമിന്റെ കീഴിൽ 20 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടുള്ള രീതി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കി. നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി. ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ഇമാമിന്റെ കീഴിൽ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഖത്മ് തീർത്ത് 20 റക്അത്ത് നിസ്കരിക്കുന്ന രീതിയാണ് നല്ലത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിമാനത്തോടുകൂടെ പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് 3 രാവുകളിൽ മാത്രമാണ് ജമാഅത്തായി ആ തറാവീഹ് 20 നിസ്കരിച്ചത്. മറ്റുള്ള ദിവസങ്ങളിൽ പുറത്തേക്ക് വരാതിരുന്നത്. ഇല്ല അന്നി ഖശീതു അൻ തുഫറദ അലൈക്കും. അത് ഫർളായി ജനങ്ങൾ ഗണിച്ചേക്കുമോ എന്ന ഭയം കാരണത്താലാണ്. അതുകൊണ്ട് ഇപ്പോഴേ പ്രതിജ്ഞ ചെയ്യണം, ആ തറാവീഹ് 20 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പ്രതിജ്ഞാ മനസ്സ് വേണം. തൗഫീഖ്
നൽകണേ അല്ലാ. പരിശുദ്ധമായ റമളാനിലെ 7ാമത്തെ അമലാണ് ഇന്തിളാറു ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ നന്നായി കാത്തിരിക്കണം. പരിശുദ്ധമായ റമളാനിന്റെ സൗന്ദര്യമാണ് ലൈലത്തുൽ ഖദർ. 80 മാസങ്ങളെ മറികടക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. പരിശുദ്ധമായ ഖുർആനിന്റെ 3 അവതരണങ്ങളിൽ ഒരു അവതരണം നടന്ന രാവാണ് ലൈലത്തുൽ ഖദർ. ബറാഅത്തു രാവിന്റെ എന്ന് തുടങ്ങിയൊരു കർമ്മം, അഥവാ ഓരോ മനുഷ്യന്റെയും ഒരു വർഷത്തെ നടപ്പു വർഷങ്ങളിലെ ജനന മരണങ്ങൾ അത് മലായികത്ത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് എഴുതി തുടങ്ങി. അത് പൂർത്തിയാവുന്ന രാവും കൂടിയാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയതാണ്, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ആരെങ്കിലും ഉറക്കൊടിച്ച് ഇബാദത്ത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപബന്ധനങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. പാപബന്ധനങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്റിന്റെ പൊരുത്തം നേടിയെടുക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ റമളാനിലെ 8ാമത്തെ കർമ്മമാണ് പരിശുദ്ധമായ ഖുർആനോത്ത്. പരിശുദ്ധമായ ഖുർആനോത്ത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, സ്വഹീഹു മുസ്ലിമിൽ കാണാം, ഹദീസിന്റെ കിതാബുകളിൽ കാണാം. വകാന ജിബ്രീലു യൽഖാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ ഫയുദാരിസുൽ ഖുർആൻ. പരിശുദ്ധമായ റമളാനിലെ എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും അങ്ങോട്ടും ഇങ്ങോട്ടും പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്ത് കേൾക്കുമായിരുന്നു. അതുകൊണ്ട് റമളാനിന്റെ സൗന്ദര്യമാണ് പരിശുദ്ധമായ ഖുർആനോത്ത്. സ്വഹാബത്തിന്റെ മഹനീയമായ ജീവിതശീലം പറഞ്ഞെടുത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ പ്രത്യേകം രേഖപ്പെടുത്തുന്നത് കാണാം. ശഅബാൻ കടന്നു വന്നാൽ തന്നെ റമളാനി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇൻഖബ്ബു അലാ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനോത്തിന് വേണ്ടി അവരങ്ങ് ചടഞ്ഞുകൂടിയിരിക്കുന്നതാണ്, അഭിരമിക്കുന്നതാണ്. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. ആ റമളാനിന്റെ 9ാമത്തെ കർമ്മമാണ് ദാനധർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞിടത്ത് കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസി ബിൽ ഖൈരി വകാന അജ്വദ മാ യകൂനു ഫീ ശഹ്രി റമളാൻ ഹത്താ യൻസലിഖ ഫയതീനി ജിബ്രീൽ അലൈഹിസ്സലാം ഫയഅരിദു അലൈഹിൽ ഖുർആൻ فحين يلقاه جبريل فحين يلقاني جبريل عليه السلام كان رسول الله صلى الله عليه وسلم أجود الناس بالخير من الريح المرسلة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാൻ കടന്നു വന്നാൽ ഏറ്റവും നന്നായി ദാനധർമ്മം ചെയ്യുന്നയാളാണ്. മറ്റുള്ള മാസങ്ങളിൽ ദാനധർമ്മമുണ്ട്. പരിശുദ്ധമായ റമളാനിൽ കാറ്റിന്റെ വേഗതയിലാണ് ധർമ്മം. കയ്യിലെന്തെത്തിയാലും വളരെ പെട്ടെന്ന് തീരുന്ന കോലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റീഹുൽ മുർസലത്തിനേക്കാളും വേഗതയിൽ ദാനധർമ്മം ചെയ്യാറുണ്ട്. പരിശുദ്ധമായ റമളാനിൽ അങ്ങനെയാണ് എന്ന് സ്വഹാബത്ത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നത് കാണാം. ഇനി ആ റമളാനിന്റെ 5ാമത്തെ കർമ്മമാണ് ഇഅ്തികാഫ്. ഇഅ്തികാഫ് മറ്റുള്ള മാസങ്ങളിലുമുണ്ട്, പക്ഷേ പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിന് വേണ്ടി പ്രത്യേകം കരുതിയിരുന്നു. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുജാബിറു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. പരിശുദ്ധമായ റമളാനിലെ വിശേഷിച്ചും അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുജാവറത്ത് ചെയ്യാറുണ്ടായിരുന്നു, അഥവാ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ പ്രയോഗമാണ്. അതുകൊണ്ട് റമളാനിന്റെ പകലിലെയും രാത്രിയിലെയും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗന്ദര്യമാണത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ റമളാനിലെ 11ാമത്തെ കർമ്മമാണ് വിശേഷ ദിനങ്ങളിലെ അദ്കാറുകൾ. ആദ്യത്തെ 10 റഹ്മത്തിൻ